മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിദേശയാത്രയാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. തികച്ചും സ്വകാര്യ സന്ദർശനമാണ് മുഖ്യമന്ത്രിയുടേത്. അത് ഇത്രയും വിവാദമാക്കേണ്ടതുണ്ടോ, ചർച്ച ചെയ്യേണ്ടതുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയുടെയും സർക്കാരിൻ്റെയും രൂക്ഷ വിമർശകനായ ഗവർണറും പ്രതികരണവുമായി എത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ വിദേശ സന്ദർശനം അറിഞ്ഞിട്ടില്ല, തന്നെ അറിയിച്ചിട്ടില്ലെന്നാണ് ഗവർണറുടെ പരിഭവം. മാത്രമല്ല, മാധ്യമങ്ങളാണ് ഇക്കാര്യം അറിയിച്ചത്. അതിന് നന്ദിയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്ഭവനെ ഇരുട്ടത്ത് നിർത്തിയാണ് മുഖ്യമന്ത്രിയുടെ വിദേശ പര്യടനം. ഇതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് കത്ത് നൽകിയെന്നും ഗവർണർ പറഞ്ഞു. ഇതുപോലെ 2022-ലും ഗവർണർ വിദേശയാത്രയുമായി ബന്ധപ്പെട്ട് പരാമർശം നടത്തിയിരുന്നു. ഗവർണറുടെ പരാതി പറച്ചിലിന് പിന്നാലെ ഒരു ചോദ്യം ഉയരുന്നുണ്ട്. മുഖ്യമന്ത്രി വിദേശയാത്രയ്ക്ക് പോകുമ്പോൾ ഗവർണറെ അറിയിക്കേണ്ടതുണ്ടോ? എന്താണ് ഇതിൻ്റെ വസ്തുത? സംശയം വേണ്ട, മുഖ്യമന്ത്രി ഗവർണറെ അറിയിക്കണം. അതാണ് ചെയ്യേണ്ടത്. അതാണ് കാലങ്ങളായി തുടരുന്ന കീഴ്വഴക്കം. സംസ്ഥാനത്തിൻ്റെ ഭരണത്തലവനാണ് പിണറായി വിജയൻ. അദ്ദേഹത്തിൻ്റെ യാത്ര വ്യക്തിപരമോ അല്ലാതെയോ ആയിക്കോട്ടെ, ഏതാണെങ്കിലും ഗവർണറെ അറിയിക്കുക ഒരു കീഴ്വഴക്കമാണ്. എന്നാൽ മുഖ്യമന്ത്രി ഗവർണറെ അറിയിക്കാത്തത് തെറ്റാണെന്ന് പറയാനും കഴിയില്ല. സാധാരണയായി മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യത്തിൽ ഭരണകാര്യങ്ങളിൽ ഏർപ്പെടുത്തുന്ന താൽക്കാലിക സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ളവയെക്കുറിച്ച് ഗവർണറെ അറിയിക്കേണ്ടതാണ്. സ്വകാര്യ സന്ദർശനമാണെന്ന് കാണിച്ചു നൽകിയ അപേക്ഷയിൽ മുഖ്യമന്ത്രിക്ക് കേന്ദ്ര സർക്കാർ യാത്രാനുമതി നൽകിയിരുന്നു. ഓഫീസിൽ കുറച്ച് ദിവസത്തേക്ക് മുഖ്യമന്ത്രി ഉണ്ടാവില്ലെന്ന സൂചന സ്റ്റാഫ് അംഗങ്ങൾക്ക് നൽകിയിട്ടുമുണ്ട്. ഔദ്യോഗിക ആവശ്യത്തിനായി വിദേശത്തേക്ക് പോകുന്ന വേളയിൽ സർക്കാർ തന്നെ യാത്ര സംബന്ധിച്ച് പത്രക്കുറിപ്പ് ഇറക്കുകയാണ് പതിവ്. സ്വകാര്യ സന്ദർശനമായതിനാൽ ഇത്തവണ ഔദ്യോഗിക അറിയിപ്പുണ്ടായിട്ടില്ല. മുഖ്യമന്ത്രി പെട്ടെന്ന് വിദേശയാത്ര നടത്തിയതോടെ അദ്ദേഹത്തിൻ്റെ പല പൊതുപരിപാടികളും മാറ്റിവെച്ചിട്ടുണ്ട്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചുമതലയേറ്റ ആദ്യകാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശത്ത് പോകുമ്പോൾ ഗവർണറോട് നേരിട്ടോ ഫോണിലോ പറയുമായിരുന്നു. എന്നാൽ ഗവർണറുമായി ഇടഞ്ഞതോടെ വിദേശയാത്രയുടെ കാര്യം അദ്ദേഹത്തെ അറിയിക്കാറേയില്ല. അതേസമയം ഏറ്റവും കൂടുതൽ വിദേശ രാജ്യങ്ങളിൽ സന്ദർശിച്ച കേരള മുഖ്യമന്ത്രിമാരിൽ പിണറായി വിജയൻ ഒന്നാം സ്ഥാനത്താണ്. അധികാരമേറ്റ് ഇത്രയും വർഷത്തിനിടയിൽ 14 രാജ്യങ്ങളിലേക്ക് അദ്ദേഹം പോയിട്ടുണ്ട്. അത് 30 തവണയാണ് യാത്ര ചെയ്തിരിക്കുന്നത്. ഇനിയും 2 വർഷം കൂടി ഭരണമുള്ളതുകൊണ്ട് വിദേശ പര്യടനം വീണ്ടും ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഇനി അധികാരത്തിലെത്തുന്ന ഒരു മുഖ്യമന്ത്രിക്കും പിണറായി വിജയൻ്റെ വിദേശ സന്ദർശന റെക്കോർഡ് മറികടക്കാനാവില്ല. അമേരിക്ക, ബ്രിട്ടൻ, ക്യൂബ, നോർവേ, ഫിൻലാൻഡ്, നെതർലാൻഡ്, സ്വിറ്റ്സർലൻഡ്, ഫ്രാൻസ്, ജപ്പാൻ, ദക്ഷിണ കൊറിയ, ബഹ്റിൻ, UAE, ഇന്തോനേഷ്യ, സിംഗപ്പൂർ എന്നീ വിദേശ രാജ്യങ്ങളാണ് പിണറായി വിജയൻ ഇതുവരെ സന്ദർശിച്ചത്. ഇപ്പോൾ വിദേശയാത്രയ്ക്ക് പോയിരിക്കുന്ന മുഖ്യമന്ത്രി ഇന്തോനേഷ്യ, സിംഗപ്പൂർ, UAE എന്നിവിടങ്ങളിൽ 16 ദിവസം കുടുംബത്തോടൊപ്പം ചെലവഴിക്കും. ചികിത്സയ്ക്കായി 5 തവണയാണ് അമേരിക്കൻ യാത്ര നടത്തിയത്. 2 തവണ സ്വകാര്യ സന്ദർശനവും 3 തവണ ചികിത്സയ്ക്കുമായാണ് അമേരിക്കയിൽ പോയത്. 8 തവണ UAE സന്ദർശിച്ചിട്ടുണ്ട്. ഈ യാത്രകളിലെല്ലാം ഭാര്യ, കൊച്ചുമകൻ, മകൾ എന്നിവർ മുഖ്യമന്ത്രിക്കൊപ്പം പോയിട്ടുണ്ട്. മകളുടെ ഭർത്താവായി എത്തിയതോടെ മന്ത്രി റിയാസും യാത്രയിൽ അംഗമായി. കുടുംബയാത്രകളും ഔദ്യോഗിക യാത്രകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ചികിത്സാർത്ഥം നടത്തിയ യാത്രകളുമുണ്ട്. കുടുംബവും ഒത്തുള്ള യാത്ര ആയതുകൊണ്ട് ഔദ്യോഗിക യാത്രയ്ക്ക് മുഖ്യമന്ത്രി പോയാൽ പോലും ഉല്ലാസയാത്ര എന്നും പരിഹസിക്കാറുണ്ട്. വിദേശ സന്ദർശനങ്ങളെക്കുറിച്ചുള്ള നിയമസഭയിലെ ചോദ്യത്തിന് 3 മാസമായിട്ടും മന്ത്രി റിയാസ് മറുപടി നൽകിയിട്ടില്ല. അതൊരു വലിയ പ്രശ്നമായി പ്രതിപക്ഷം ഉയർത്തുന്നുമുണ്ട്. ടൂറിസം മന്ത്രി എത്ര തവണ വിദേശ സഞ്ചാരം നടത്തി, സന്ദർശിച്ച രാജ്യങ്ങളുടെ പേരും സന്ദർശന തീയതിയും, താമസിച്ച ഹോട്ടൽ, സന്ദർശനങ്ങൾക്കായി ഖജനാവിൽ നിന്ന് ചെലവഴിച്ച തുക, മന്ത്രിയുടെ കുടുംബാംഗങ്ങൾ വിദേശയാത്രയിൽ അനുഗമിച്ചിരുന്നോ, അവരുടെ ചെലവ് ആരാണ് വഹിച്ചത് എന്നീ ചോദ്യങ്ങൾക്കാണ് മറുപടി നൽകാത്തത്. തൃപ്പൂണിത്തുറ MLA K. ബാബു ആണ് ഈ വർഷം ഫെബ്രുവരി 1-ന് മുഹമ്മദ് റിയാസിനോട് നിയമസഭയിൽ ചോദ്യം ഉയർത്തിയത്. ഒരു വർഷത്തിൽ കുറഞ്ഞത് 5 തവണ റിയാസ് വിദേശ സന്ദർശനം നടത്തുന്നുണ്ടെന്നാണ് വിവരം. ഫ്രാൻസ് ഉൾപ്പെടെ പല വിദേശ സന്ദർശനങ്ങളിലും ഭാര്യ വീണ വിജയൻ റിയാസിനെ അനുഗമിച്ചിരുന്നു. 2 കോടിയിലധികം രൂപ റിയാസിൻ്റെയും കുടുംബത്തിൻ്റെയും വിദേശ സന്ദർശനത്തിന് ചെലവായെന്നതാണ് വിവരം.